ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ചിദംബരം ബസ് സ്റ്റാൻഡിൽ ബസ് കയറിയിരിക്കുകയാണ്, പഴനിയിലേക്കുള്ള ബസ്. ഇപ്പോൾ നമ്മുടെ യാത്ര പഴനിയിലേക്കുള്ള ബസ് കയറിയിട്ട് നമ്മൾ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്, വൈദീശ്വരൻ കോവിൽ. ഇവിടുന്ന് ഏതാണ്ട് ഒരു 30 കിലോമീറ്റർ യാത്ര ഉണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ സമയം രാവിലെ 10 മണിയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലുള്ള ചിദംബരം ബസ് സ്റ്റാൻഡ്, ഇവിടുന്ന് നമ്മൾ വൈദീശ്വരൻ കോവിലിലേക്ക് പോകുന്നു. വൈദീശ്വരൻ കോവിലുള്ളത് മയിലാടുതുറൈ ജില്ലയിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ കയറിയ ബസ് പഴനി വരെ പോകുന്ന ബസ്സാണ്. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി, ഈ ബസ് എത്ര മണിക്ക് പഴനി എത്തുന്നത്? കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ കണ്ടക്ടർ പറയുക രാത്രി 8:30-ക്കെന്ന്. എൻ്റെ ദൈവമേ, എന്തൊരു യാത്രയാണല്ലേ. ബസ് അങ്ങനെ യാത്ര തുടർന്നു. നമ്മളിപ്പോൾ കാവേരി നദിക്ക് മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്ന വൈദീശ്വരൻ കോവിൽ അഥവാ വൈദ്യനാഥ ക്ഷേത്രം. ശിവഭഗവാനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. നവഗ്രഹ പൂജയ്ക്ക് വളരെയധികം പേരുകേട്ട ഈ ഒരു ക്ഷേത്രം 11-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ പണിതതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ വന്നിറങ്ങിയതും ക്ഷേത്രത്തിന് മുന്നിൽ ഒരുപാട് ബോർഡുകൾ കണ്ടു, നാഡീ ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ടത്. നാഡീ ജ്യോത്സ്യത്തിൻ്റെ ഉറവിടം എന്നറിയപ്പെടുന്നതും ഈ ഒരു ക്ഷേത്രമാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുന്നു. ഏത് തരത്തിലുള്ള രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ വന്ന് വൈദീശ്വര ഭഗവാനെ തൊഴുതു കഴിഞ്ഞാൽ അവരുടെ രോഗങ്ങളൊക്കെ മാറും എന്നാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഗോഡ് ഓഫ് ഹീലിംഗ് എന്നും ഇവിടുത്തെ ശിവപ്രതിഷ്ഠയ്ക്ക് പേരുണ്ട്. ശിവഭഗവാന് പുറമെ പാർവതി ദേവിയെ തില്ലൈ നായകി എന്ന പേരിലാണ് ഇവിടെ ആരാധിക്കുന്നത്. ഭാരതത്തിലെ പ്രശസ്തമായ 276 ശിവക്ഷേത്രങ്ങളിൽ 16-ാം സ്ഥാനമാണ് വൈദീശ്വരൻ കോവിലിനുള്ളത്. ശിവഭക്തനായ തിരുജ്ഞാന സംബന്ധർ ഈ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് ദേവാരം പാടലിൽ പരാമർശിക്കുന്നുണ്ട്. സപ്ത ഋഷികൾ ഇവിടെ വെച്ച് പൂജകൾ നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രക്കുളത്തിലേക്കൊന്ന് ഇറങ്ങിയിട്ട് കാലൊക്കെ ഒന്ന് നനച്ചിട്ട് വരാം. ഈ ഒരു ക്ഷേത്രക്കുളത്തിന് സിദ്ധാമൃത തീർത്ഥം എന്നാണ് പേര്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വെച്ച് തപസ് ചെയ്യുന്ന ഒരു മഹർഷി, അദ്ദേഹത്തിൻ്റെ തപസ് ഒരു പാമ്പും ഒരു തവളയും ചേർന്ന് തടസ്സപ്പെടുത്തി. അതിൽ രോഗാകുലനായിട്ടുള്ള മഹർഷി ഈ ക്ഷേത്രക്കുളത്തിൽ പാമ്പുകളോ തവളകളോ വാഴില്ല എന്ന് ശപിച്ചു. അതിനുശേഷം ഈ ക്ഷേത്രക്കുളത്തിൽ പാമ്പുകളും തവളകളും ഒന്നും ഉണ്ടായിട്ടില്ല. ക്ഷേത്രത്തിനകത്ത് തന്നെ ഒരു ഹോമകുണ്ഡമുണ്ട്. ഈ ഹോമകുണ്ഡത്തിന് ജടായുകുണ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. രാമായണവുമായി ബന്ധപ്പെട്ട കഥയാണ്. രാവണനാൽ കൊല്ലപ്പെട്ട ജടായു എന്ന പക്ഷിയുടെ ശേഷക്രിയകൾ ശ്രീരാമ ഭഗവാൻ ഇവിടെ വെച്ചാണ് ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നും രാവിലെ 6 മണിക്ക് തുറക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ദർശന സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെയുമാണ്. റോഡ് മാർഗവും റെയിൽ മാർഗവും ഭക്തർക്ക് എങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ എത്തുന്ന ഭക്തർ ദോഷപരിഹാരങ്ങൾക്കായിട്ട് ഉപ്പ്, കുരുമുളക്, ശർക്കര എന്നിവ തല തൊട്ടൊഴിഞ്ഞ് ഒരു പാത്രത്തിൽ നിക്ഷേപിക്കുന്നു. പണ്ട് കാലത്ത് ഇത് വന്നിട്ട് സിദ്ധാമൃത തീർത്ഥത്തിലാണ് ഒഴുക്കിയിരുന്നത്. എന്നാൽ ആ ഒരു തീർത്ഥക്കുളത്തിൻ്റെ പരിശുദ്ധിയെ മാനിച്ച് ആ സമ്പ്രദായം പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. ഭക്തർക്കുള്ള പ്രസാദവും പഞ്ചാമൃതവും ഒക്കെ ലഭിക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നാഡീ ജ്യോത്സ്യത്തിൻ്റെ ഉറവിടമാണ് വൈദീശ്വരൻ കോവിൽ. ഒരു മനുഷ്യൻ്റെ നാഡിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജന്മരഹസ്യവും മുൻജന്മങ്ങളിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചും ഭാവി കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്ന ജ്യോത്സ്യന്മാർ ഇവിടെ ഉണ്ട്. അതിൽ വിശ്വാസമുള്ളവരും ഉണ്ട്, വിശ്വാസം ഇല്ലാത്തവരും ഉണ്ടാവും. എന്നിരുന്നാലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ നാഡീ ജ്യോത്സ്യത്തിനായി ഒരുപാട് ഭക്തർ ഈ വൈദീശ്വരൻ കോവിലിൽ എത്തിച്ചേരുന്നുണ്ട്. അത്രയൊക്കെയാണ് വൈദീശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു വീഡിയോ. ഒരു കൊച്ചു വീഡിയോ ആണെന്ന് അറിയാം, പക്ഷേ വളരെ നന്നായി തൊഴുകാൻ പറ്റി. എനിക്ക് വളരെ നന്നായിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. അകത്തൊന്നും നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ആയിട്ടുള്ള ഈ കാഴ്ചകളുമായിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരയ്ക്കും ബൈ ഫ്രം അർജുൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.